അപ്പോൾ അത് നമ്മൾ അങ്കമാലി മാങ്ങക്കറി വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രാലി പിടിക്കാൻ വേണ്ടി നോക്കിയിട്ട് നമുക്ക് കിട്ടിയത് പിലോപ്പിയാണ്. അപ്പോൾ ഒരെണ്ണം ഇതിൽ അതിലൊരെണ്ണമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ബ്രാലി കിട്ടുമെന്നുള്ള നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അത് മൂന്നാമത്തെ മീനാണ്. അപ്പോൾ ബാക്കി 2 മീൻ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുത്തിക്കൊണ്ടുപോയി. മരണോനെ ഇട്ടോട്ടെ. എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന കുളത്തിൽ നിന്ന് നമ്മൾ വരാൽ പിടിച്ചിട്ട് നമ്മൾ അങ്കമാലി മാങ്ങക്കറി തയ്യാറാക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ നമ്മൾ ഉച്ച മുതൽ നോക്കിയിട്ട് നമുക്ക് ആപ്പാട് കിട്ടിയത് നമുക്ക് 3 പിലോപ്പിയാണ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്തായാലും മാങ്ങക്കറി വെക്കാനാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും മീനില്ലാതെ നമുക്ക് ഒരു വെജിറ്റേറിയൻ വെർഷൻ, അതായത് ബ്രാലി, അതായത് മീനിടാതെ നമുക്ക് അങ്കമാലി മാങ്ങക്കറിയുടെ വെജിറ്റേറിയൻ വെർഷൻ നമുക്ക് ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇത് മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സവാള എല്ലാം, അതായത് നമുക്ക് മാങ്ങക്കറി വെക്കാനായിട്ടുള്ള അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങക്കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മാങ്ങക്കറിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ സവാള, അതുപോലെ നമുക്ക് മാങ്ങ, നമുക്ക് പീലർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാങ്ങ തൊലി കളഞ്ഞെടുക്കാം. മാങ്ങ ചെത്താം. മാങ്ങ നമുക്ക് ഇതുണ്ട ഇവിടെ നിന്ന് ഇതിൻ്റെ ചറം ചെത്തിക്കളണം. എന്നിട്ട് മാങ്ങ പീലർ ഒന്നുമില്ല, അതേ നോക്കണ്ട, അതേ കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ മീനുണ്ടാന്ന് നോക്കി, നീ അതിൽ മീനുണ്ടാന്ന് നോക്കി, ആ ബക്കറ്റിൽ മീനുണ്ടാന്ന് നോക്കി. ചെല്ലി ഇതേ മീൻ ഉണ്ടാന്ന് നോക്ക്. ചെല്ലി, അത് വേണോ? മണ്ണിലിടല്ലേ ഇടക്ക്. പൊളിച്ചോ. മോനും വിളിച്ചോ. അയ്യോ, നമുക്ക് ആമയാണ് കിട്ടിയേക്കണം. ഒരു ചെറിയ ആമ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അങ്കമാലി മാങ്ങക്കറിയുടെ നമുക്ക് മസാല നമുക്കൊന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി. അപ്പോൾ ഇത് മുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെടുത്തിരിക്കുന്ന കാശ്മീരി അല്ല, സാദാ മുളക് പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളം, ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ പൊടിയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അങ്കമാലി മാങ്ങക്കറിക്ക് വേണ്ട സവാള നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇഞ്ചി നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി കട്ട് ചെയ്ത്, പച്ചമുളക് കട്ട് ചെയ്ത്, ഇനിയിപ്പോൾ അത് നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മസാല അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല നമുക്ക് ഈ സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ സവാള, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി,
പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ, അതായത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കറിക്ക്, വേറെ ഒരെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനായിട്ടുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ സാധാ വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിത് നമ്മൾ കുഴച്ച് വെച്ച മസാല അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം അങ്കമാലി മാങ്ങക്കറിയുടെ കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കണം. നമ്മൾ മസാല നല്ലോണം ഇടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല സ്മെല്ലാണ് വെളിച്ചെണ്ണയുടെയും വിനാഗിരിയുടെയും കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ്. ചെറിയ ഉള്ളി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കിയെടുത്ത് വാങ്ങിയാണ്. അപ്പോൾ മാങ്ങ നമുക്ക് ഒരു മീഡിയം പീസായിട്ട് നമുക്ക് നേരെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ നേരെ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് തിരുമ്മിയിട്ട് കുറച്ച് വിനാഗിരി വെച്ച് തിരുമ്മിയിട്ട് നമുക്കിത് വേണമെങ്കിൽ കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മാങ്ങ അതായത് ചതഞ്ഞ് ഒടിഞ്ഞോ പോകരുത്. അതൊന്ന് വളരെ നൈസായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആയിട്ട് വന്നത് അങ്കമാലി മീൻകറി വെക്കാനാണ്. അപ്പോൾ നമുക്കിന്ന് ബിരാല് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വെജിറ്റേറിയൻ വേർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ തലപ്പാലാണ്, തലപ്പാലിൻ്റെ പകുതി നമുക്ക് മാങ്ങയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ഇത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ്. അപ്പോൾ രണ്ടാം പാലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിൻ്റെ പകുതി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ കൂട്ട്, അതായത് ഏകദേശം അങ്കമാലി മാങ്ങാക്കറി പകുതിയോളം തയ്യാറായെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാങ്ങാക്കറി സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് വെജിറ്റേറിയൻ വേർഷനാണ് ചെയ്തേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങാക്കറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ മാങ്ങ പകുതി ഈ ഒരു ഒന്നാം പാലും രണ്ടാം പാലും കിടന്ന് വേവും. അതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാലും രണ്ടാം പാലും അതുപോലെ ഒന്നാം പാലും ഒഴിച്ചിട്ട് നമുക്ക് കറി താളിച്ചെടുക്കണം. പിന്നെ നമുക്ക് കിട്ടിയ 3 പിലോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. എവിടെടാ എന്നോടെ എടുക്കട്ടെ മീന? നീ പിടിക്കണ്ട, മുള്ളുള്ളൂ. എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മീൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിലോപ്പി നമ്മളെടുത്തിട്ടുണ്ട്. ഒരു മുട്ട കൊടുത്താൽ മതി. അപ്പം മീൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, അപ്പോൾ നമുക്ക് മീൻ മുള്ളൊന്ന് കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതേ നമ്മുടെ മാങ്ങാക്കറി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി വേവ് ഈ ഒരു 2-ാം പാലിൽ കിടന്നാവട്ടെ. അപ്പോൾ നമുക്ക് പിലോപ്പി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. രണ്ടാമ കുത്തി ഇതുപോലെ ബാക്കിയുള്ള മീനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ചത്തി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉളുമ്പ് സ്മെല്ല് മാറാനായിട്ട് നമ്മൾ ഇതിലേക്ക് ലേശം വിനാഗിരിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് മസാല വെച്ചിട്ട് മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ മാങ്ങ ഒന്ന് ഫുള്ള് വേവാവണം. അതിന് ശേഷം തലപ്പാൽ ഒഴിക്കുക. നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറായി വരുന്നതിന് ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ടുള്ള തേങ്ങയുടെ തലപ്പാലാണ്. അപ്പോൾ തലപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തിളക്കേണ്ട കാര്യമില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി ഒന്ന് താളിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് മാങ്ങാക്കറി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് കറി താളിക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയുടെ ഫൈനൽ സ്റ്റേജ് നമ്മൾ താളിക്കാൻ പോകണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി, വറ്റൽ മുളക്, മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാ മീനും നമുക്ക് വരഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി നല്ലോണം മീനിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയുടെ താളിപ്പ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൊടി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മാങ്ങാക്കറിയുടെ മുകളിലേക്ക് നമുക്ക് താളിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. താളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് മീൻ വറുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മീൻ വരാനായിട്ട് ഫ്രൈയിങ് പാനിലേക്ക്. അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി വരുന്നുണ്ട്. ഫ്രഷ് മീനായതുകൊണ്ട് അത് നല്ലോണം വളഞ്ഞു പോയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ കാണുന്ന കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ നേരെ കട്ട് ചെയ്ത് ഫ്രഷായിട്ട് തന്നെ അധികം ടൈം കളയാതെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പിലോപ്പിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ബ്രാലുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന പോലെ ബ്രാല് പിടിച്ചിട്ട് നമുക്കൊരു അങ്കമാലി മീൻകറി നമുക്കൊന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രാലിട്ട അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഈ പുറകെ കാണുന്ന കുളത്തിൽ നിന്ന് ബ്രാലുണ്ടായിരുന്നു. അപ്പോൾ ബ്രാല് പിടിക്കാനാണ് നോക്കിയത്. പക്ഷേ നടന്നില്ല. നമുക്ക് 3 പിലോപ്പിയാണ് കിട്ടിയേക്കണം. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയായി പൊരിക്കാൻ വേണ്ടി നമ്മൾ മാങ്ങിയിട്ട് അതിൻ്റെ ഒരു വെജിറ്റേറിയൻ വേർഷനായിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി നമ്മൾ തയ്യാറാക്കി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇതിൽ നിന്ന് ബ്രാല് നമുക്ക് പിടിച്ചെടുക്കാം. ബ്രാല് പിടിച്ചിട്ട് നമുക്ക് അങ്കമാലി മാങ്ങാക്കറിയുടെ നോൺ വെജ് വേർഷൻ, അതായത് മീനിട്ട അങ്കമാലി മാങ്ങാക്കറി
നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് ഒരു റെസിപ്പി നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതാണ് അങ്കമാലി മാങ്ങക്കറി. അപ്പോൾ ആ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.